ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ സിലബസിലെ 5ാമത്തെ എക്സ്പെരിമെൻ്റായ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് നാവിഗേഷൻ ഓഫ് വിസിറ്റഡ് വെബ് പേജസ് എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ എക്സ്പെരിമെൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്, ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്നീ 2 വീഡിയോകൾ തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ 5th എക്സ്പെരിമെൻ്റായിട്ട് നിങ്ങൾക്ക് സിലബസിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്കറിയാം, നമ്മളൊരു ബ്രൗസറിൽ നമ്മൾ സൈറ്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ HTTP റിക്വസ്റ്റോ ഏതെങ്കിലും റിക്വസ്റ്റ് നമ്മൾ ബ്രൗസറിൽ കൊടുക്കുമ്പോൾ ആ സൈറ്റ് URL പോയിട്ട് ആ സൈറ്റ് നമ്മുടെ ബ്രൗസറിൽ ലോഡായി വരും. അതാണ് നമ്മൾ വെബ് പേജ് എന്ന് പറയുന്നത്. ദെൻ നിന്നിട്ട് വീണ്ടും നമ്മളെടുത്ത് വേറൊരു സൈറ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ലോഡ് ചെയ്ത സൈറ്റ് അതിൻ്റെ ക്യാഷിലേക്ക് അങ്ങ് പോവും, ഹിസ്റ്ററിയിലേക്ക് അങ്ങ് മാറും. ദെൻ അടുത്ത സൈറ്റ് ലോഡ് ചെയ്യും. വീണ്ടും ഒരു സൈറ്റ് എടുക്കുമ്പം ഈ 2ാമത്തെ സൈറ്റും മാറും. ദെൻ 3rd സൈറ്റ് വരും. ഇങ്ങനെ നമ്മൾ ഓരോ സൈറ്റും ബ്രൗസറിൽ ലോഡ് ചെയ്ത് വരുമ്പോൾ ബ്രൗസർ ക്ലോസ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ സൈറ്റുകളും അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് അങ്ങ് മാറി നിൽക്കും, ക്യാഷിലേക്ക് അങ്ങ് മാറി നിൽക്കും. അപ്പോൾ ഇത് നമ്മൾ പ്രീവിയസ്ലി ലോഡ് ചെയ്ത സൈറ്റ് നമുക്ക് കാണുമെങ്കിൽ നമുക്ക് ബ്രൗസറിനകത്ത് ബാക്ക് എന്നൊരു ബട്ടണുണ്ട്. ആ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റിൽ ലോഡ് ചെയ്ത സൈറ്റിന് തൊട്ട് മുന്നേ സൈറ്റ് ഓപ്പണായി വരും. വീണ്ടും ഒന്നുകൂടെ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ്ലി ഓപ്പൺ ചെയ്ത സൈറ്റ് ഓപ്പണായി വരും. വീണ്ടും ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ നമ്മൾ ഏതെങ്കിലും സൈറ്റ് ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പണായി. ഇപ്പം ഇങ്ങനെ നമ്മൾ ബാക്കിലേക്ക് പോകാൻ പറ്റും. അതുപോലെ ബാക്കിൽ പോയിട്ട് വീണ്ടും നമുക്ക് ഫ്രണ്ടിലേക്ക് പോകുന്ന ഫോർവേഡ് അടിച്ചു കഴിഞ്ഞാൽ ഫോർവേഡ് തൊട്ട് നെക്സ്റ്റ് ആയിട്ട് ലോഡ് ചെയ്ത സൈറ്റുകൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ലോഡായി വരും. അപ്പോൾ ഇത് ബ്രൗസറിനകത്ത് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ബട്ടൺ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് ഈ യൂസിങ് ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ച് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡബിളി ലിങ്ക് ലിസ്റ്റ് മനസ്സിലായി ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാവും എന്താണ് സംഭവിക്കണമെന്ന്. ഇപ്പം നമ്മൾ ഇനിഷ്യലി ലോഡ് ചെയ്യുന്നൊരു സൈറ്റ് എന്നുള്ള ഇത് എടുക്കുന്നു. അതിനൊരു ബാക്ക് എന്നുള്ള ഒരു ഹിസ്റ്ററി ഇല്ല, ബാക്ക് ഹിസ്റ്ററി ഇല്ല. അപ്പോൾ അതാണ് ഫസ്റ്റിൽ ലോഡായി വരെ നിൽക്കുന്ന സൈറ്റ്. ദെൻ നെക്സ്റ്റ് സൈറ്റ് ലോഡ് ചെയ്യുമ്പം അതൊരു നോഡായിട്ട് എടുക്കുന്നു, അതിനെ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ദെൻ അടുത്ത സൈറ്റ് എടുക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ തൊട്ട് ബാക്ക് നോഡ് കണക്ട് ചെയ്യുന്നു. നമ്മൾ ഡബിളി ലിങ്ക്ഡിൽ സെയിം പ്രൊസീജിയർ തന്നെയാണ്. വീണ്ടും അടുത്തൊരു സൈറ്റ് എടുക്കുമ്പം ഈ 2ാമത്തേൽ നിന്ന് 3ാമത്തെ നോഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ദെൻ 3ാമത്തേൽ നിന്ന് സെക്കൻഡിലേക്ക് ബാക്ക്വേർഡ് കണക്ഷൻ കൊടുക്കുന്നു. ഇങ്ങനെ പോകുന്നു. ഈ ലാസ്റ്റ് നോഡ് എത്തുമ്പോൾ അത് ഇതിൻ്റെ നെക്സ്റ്റ് ഒന്നിലേക്കും കണക്ട് ചെയ്തിട്ടില്ല, അത് നള്ളായിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ പ്രീവിയസ് നോഡ് കണക്ട് ചെയ്തിരിക്കും. ഇതൊരു ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. ഫസ്റ്റിലെ സൈറ്റിൽ ഇതിൻ്റെ ബാക്കും നള്ളായിരിക്കും, ലാസ്റ്റ് നോഡിൽ ഇതിൻ്റെ നെക്സ്റ്റ് ആയിരിക്കും നള്ളായിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ബാക്കിലേക്ക് പോകുമ്പോൾ ഈ നോഡിൽ നിന്ന് അതിൻ്റെ പ്രീവിയസ് നോഡിലേക്ക് നമ്മൾ ബാക്ക്വേർഡ് ഫോർവേഡ് മൂവ്മെൻറ്റ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെനു ഡ്രിവൺ ആയിട്ട് ഇത് ചെയ്യുക, എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അതിൽ ഓപ്ഷൻസ് കൊടുക്കുക. ഒന്ന്, ഫസ്റ്റ് ഓപ്ഷൻ നമ്മളൊരു സൈറ്റ് കൊടുക്കുക, സൈറ്റിൻ്റെ പേര് കൊടുക്കുക. ആ സൈറ്റിൻ്റെ പേര് കൊടുക്കുമ്പോൾ ആ സൈറ്റ് ഒരു നോഡിൻ്റെ ഡാറ്റ ആയിട്ട്, നമ്മൾ നേരത്തെ നമ്പറാണ് കൊടുത്തത്, അതിന് പകരം ഒരു സ്ട്രിങ് ആയിട്ട് കൊടുക്കുക, സ്ട്രിങ് ക്യാരക്ടർ അറേ ആയിട്ട് കൊടുക്കുക. അതിന് ഒരു ഡാറ്റ ആയിട്ട് ഒരു നോഡിനകത്ത് സേവ് ചെയ്യുക. ദെൻ അടുത്ത് വീണ്ടും ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ വീണ്ടും ഓപ്ഷൻ നമ്മുടെ സൈറ്റ് ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത സൈറ്റിൻ്റെ പേര് കൊടുക്കുക, അത് അടുത്ത നോഡായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഈ നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് നോഡ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, നമ്മൾ ബിഗിനിങ്ങിൽ ആഡ് ചെയ്യാം, എൻഡിൽ ആഡ് ചെയ്യാം,
അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആഡ് ചെയ്യുക. ഇതിലെന്ന് പറഞ്ഞാൽ എൻഡിൽ ആണ് ആഡ് ചെയ്ത് പോകുന്നത്. ഓരോന്നും നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് പോവുകയാണ്. അത് പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇനിഷ്യലി ഹെഡ് ഇവിടെയാണ് ഇരിക്കുന്നത്, ആ ഹെഡ് കൂടെ മൂവ് ചെയ്ത് ലാസ്റ്റിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ ഹെഡ് മൂവ് ചെയ്ത് ലാസ്റ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതാണ് നമ്മളെ ലാസ്റ്റ് നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്ന സൈറ്റ്, പ്രസൻറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഹെഡിൽ നിന്ന് നമ്മൾ പ്രീവിയസ് എടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നേ ലോഡ് ചെയ്ത നോഡ് കിട്ടും. അതിൻ്റെ ആ സൈറ്റിന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. അടുത്ത് വീണ്ടും ബാക്ക്വേഡ് മൂവ് ആകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഒന്നുകൂടെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ ഹെഡ് ഇവിടെ നിന്നിട്ട് ഹെഡ് ഓരോ പ്രാവശ്യം ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നതോറും ഹെഡ് ബാക്കിലേക്ക് മൂവ് ചെയ്യുക. എന്നിട്ട് ഹെഡ് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞാൽ ഫോർവേഡ് വരിക. അപ്പോൾ ഇതാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ സി പ്രോഗ്രാമിൽ ഡബിൾ ലിങ്ക് ലിസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് മെനൂസ് ഉണ്ട്. ഒന്ന് സൈറ്റ്, ഫസ്റ്റ് ഓപ്ഷൻ സൈറ്റിൻ്റെ പേര് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ. അതെന്ന് പറഞ്ഞാൽ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ലിസ്റ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ഫോർവേഡ്, ദെൻ തേർഡ് ഓപ്ഷൻ ബാക്ക്വേഡ്. അപ്പോൾ ഇങ്ങനെ ദെൻ ഫോർത്ത് നോർമലി ആ മെനുവിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന ഓപ്ഷനായിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കറണ്ട് സൈറ്റ് ഏതാണെന്നുള്ളത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ, ഇപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ആ സൈറ്റ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ അതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനും കൂടെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആണ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് മൂവ്മെൻറ്റ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത്. ഇത് ഡബിൾ ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹെഡ് നമ്മളിപ്പം ബാക്കിലേക്ക് പോകുന്നു, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇവിടേക്ക് പോകുന്നു, ഹെഡ് ഇവിടേക്ക് പോകുന്നു, ദെൻ ഫോർവേഡാണ് കൊടുക്കുന്നത്, ഹെഡ് ഇവിടെ വരുന്നു. അപ്പോൾ ഹെഡ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ടെമ്പററി വേരിയബിളിൽ പോയിൻ്ററിലേക്ക് കൊണ്ടുവച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് എപ്പോഴും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ മെനു ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോഗ്രാം പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് സൈമിൾട്ടേനിയസ്ലി ബാക്ക്വേഡ് പ്രിൻറ്റിങ് നടക്കുന്നു, ഫോർവേഡ് പ്രിൻറ്റിങ്. അത് നമുക്ക് ഒരു ടെമ്പററി വേരിയബിളിൽ ഒരു ഹെഡ് കൊടുത്തിട്ട് അത് ഒറ്റ സ്ട്രെച്ചിൽ ബാക്കിലേക്കും അതേ സ്ട്രെച്ചിൽ ഫോർവേഡും ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഒരു പ്രാവശ്യം ബാക്ക്വേഡും ദെൻ എയ്തർ വി ക്യാൻ മൂവ് ഫോർവേഡ് ഓർ ബാക്ക്വേഡ് എന്ന് പറയുമ്പോൾ ഹെഡ് ഏത് പൊസിഷനിലാണോ മൂവ് ചെയ്ത് പോയത് അവിടെ തന്നെ നിൽക്കണം. വീണ്ടും നമ്മുടെ സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷനിൽ നിന്നാണ് ബാക്ക് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യേണ്ടത്, അല്ലാതെ വീണ്ടും ബിഗിനിങ്ങിൽ നിന്നല്ല ചെയ്യേണ്ടത്. അതുപോലെ ബാക്ക്വേഡ് എടുക്കാൻ പറഞ്ഞാൽ ഒരു പ്രാവശ്യം ബാക്കിലേക്ക് പോകാൻ പാടുള്ളൂ, ഫുൾ ഇങ്ങേറ്റം വരെ പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളിത് പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പോൾ അത് കൺസെപ്റ്റ് ഡബിൾ ലിങ്ക് ലിസ്റ്റ് വർക്ക് ചെയ്യുന്ന അതേ കൺസെപ്റ്റിൽ ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്ത് ന്യൂമറിക് ഡാറ്റയ്ക്ക് പകരം ഇവിടെ സ്ട്രിങ് ഡാറ്റ കൊടുക്കണമെന്ന് മാത്രം. അതുപോലെ മൂവ്മെൻറ്റും സൈമിൾട്ടേനിയസ് ബിഗിനിങ് ടു എൻഡ് വരെ പോവാതെ വൺ നോഡ് വഴി 1 by 1 ആയിട്ട് മൂവ് ചെയ്ത് അത് വി ക്യാൻ മൂവ് എയ്തർ ഫോർവേഡ് ഓർ ബാക്ക്വേഡ്. ആ മെത്തേഡിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്ത് ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളത്. ഇത് ഡബിൾ ലിങ്ക് ലിസ്റ്റ് വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കതിൻ്റെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ എക്സ്പെരിമെൻറ്റ് 5 എന്ന് തന്നെയാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ 2 ഹെഡർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. stdio.h, ഇത് മെമ്മറി അലൊക്കേഷന് വേണ്ടിയിട്ടാണ്. ഇനി ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ടൈപ്പ് ഡെഫ്, ഇവിടെ നമ്മൾ നേരത്തെ ഇൻറ്റിജർ അറേയാണ് കൊടുത്തത്, അതിന് പകരം നമ്മൾ ക്യാരക്ടർ അറേയാണ് കൊടുക്കേണ്ടത്. അങ്ങനത് വെബ്സൈറ്റ് URL എന്ന് കൊടുക്കും. സൈറ്റിന് നമ്മൾ URL എന്നാണ് കൊടുക്കുന്നത്. ഒരു 50 സ്പേസ് ഉള്ളൊരു ക്യാരക്ടർ അറേയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2 പോയിൻറ്റേഴ്സ്, നെക്സ്റ്റ് ആൻഡ് പ്രീവിയസ്, 2 പോയിൻറ്റേഴ്സാണ്. നോർമലി നോഡൊന്നും കൊടുത്തു.
ഇനി നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഒരു ഫങ്ഷൻ നമുക്ക് ആദ്യം നമുക്ക് ഓരോന്നായിട്ട് എഴുതിയാം. വോയിഡ് മെയിൻ. ഇവിടെ ഞാൻ ഓപ്ഷൻസാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു ചോയ്സ് റീഡ് ചെയ്യാനുള്ളൊരു ചോയ്സ് റീഡ് ചെയ്യാൻ ഒരു വേരിയബിൾ കൊടുക്കുന്നു. നോഡ് നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ ഹെഡ് ഈക്വൽ ടു നള്ളാക്കി വയ്ക്കുക. ദെൻ ന്യൂ നോഡ് കൊടുക്കുക. പോയിൻ്ററാണ്. ഇനി ഞാൻ മെനു കൊടുക്കുകയാണ്. മെനു ആയതുകൊണ്ട് ഡു വൈൽ ലൂപ്പ് എഴുതുകയാണ്. പ്രിൻ്റ് വിസിറ്റ് സൈറ്റ്. രണ്ട് ഫോർവേഡ്. തേർഡ് ബാക്ക്വേർഡ്. ഫോർത്തിൽ പ്രസൻറ്റ് സൈറ്റ് ഏതാണെന്ന് കൂടെ സൈറ്റ് അതും കൂടെ കൊടുക്കുന്നു. ഫിഫ്ത്ത് എക്സിറ്റ്. ഇത്രയാണ് ഫ്രണ്ട് എഫിനകത്തുള്ള എൻ്റർ ചോയ്സ് ചെയ്യാൻ പറഞ്ഞു. അതിനെ ഞങ്ങൾ സ്കാൻ ചെയ്യാണ്. ചോയ്സ് സ്കാൻ ചെയ്യുന്നു. സി എച്ച് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് സ്കാൻ ചെയ്യുന്നു. ഇനി നമ്മൾ സ്വിച്ച് കേസ് 1 നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. എന്താ പ്രൊസീജിയറാണ് ഇവിടെ നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൈറ്റ് ചോദിക്കുക. ഏത് സൈറ്റാണെന്ന് വേണ്ടത്. പ്രിൻ്റ് ഓഫ് സൈറ്റ്. സ്കാൻ ചെയ്യാം. ഇപ്പോൾ സൈറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്യാരക്ടർ അറേ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്യാരക്ടർ അറേ വേണം. അതുകൂടെ ഇവിടെ ഡിക്ലെയർ ചെയ്യാണ്. URL 50. അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. URL കൊടുക്കുന്നത്. അത് സ്കാൻ ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിനെ വെച്ചിട്ട് നോഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ന്യൂ നോഡ് ഈസ് ഈക്വൽ ടു ക്രിയേറ്റ്. ഇതിനകത്തോട്ട് ഫങ്ഷനായിട്ട് നമ്മൾ URL അങ്ങോട്ട് പാസ് ചെയ്യാം. ഇപ്പോൾ ക്രിയേറ്റ് എന്നുള്ള ഫങ്ഷൻ നമുക്ക് എഴുതണം. നോഡ് സ്റ്റാർ ഒരു ക്യാരക്ടർ അറേയാണ് വരുന്നത്. സൈസ് സ്പെസിഫൈ ചെയ്യേണ്ട. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സൈസിൽ നമുക്കിവിടെ ആർഗ്യുമെൻ്റ് വന്നോളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു.
അപ്പം നോഡായി. ഇനി നമുക്ക് വേണ്ടതെന്ന് ഈ URL, ഇവിടെ വരുന്ന URL ഈ URLനകത്തോട്ട്, ഈ ന്യൂ നോഡിൻ്റെ URLനകത്തോട്ട് കോപ്പി ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ നോർമലി നമ്പറാണെങ്കിൽ നമ്മൾ അസൈൻ ചെയ്താൽ മതി, പക്ഷേ സ്ട്രിങ് അസൈൻ ചെയ്യാൻ പറ്റില്ല. സ്ട്രിങ്ങിന് നമ്മൾ സ്ട്രിങ് കോപ്പി ഫംഗ്ഷൻ ഉപയോഗിക്കണം, strcpy എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കണം. അപ്പോൾ സ്ട്രിങ് കോപ്പിക്ക് നമ്മൾ ഹെഡർ ഇൻക്ലൂഡ് ചെയ്യണം, string.h. ന്യൂ നോഡ് പോയിൻ്റർ URL അത് കോപ്പിയാവും. ഇനി നമ്മൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റും പ്രീവിയസും നള്ളാക്കുക. അതിനങ്ങ് റിട്ടേൺ ചെയ്യാം. ഇത്രയാണ് നമ്മൾ ക്രിയേറ്റ് ഫംഗ്ഷനിൽ ചെയ്യാനുള്ളത്. അപ്പം ഇവിടെ വരുമ്പം നമ്മുടെ നോഡ് അങ്ങ് ക്രിയേറ്റായി. ഇനി നമ്മൾ പഴയ അൽഗോരിതം നോക്കണം, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനകത്ത് നമുക്കറിയാം, ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് ഹെഡ് നള്ളാണോ എന്ന് നോക്കുക. ഹെഡ് നള്ളാണെങ്കിൽ ഈ ന്യൂ നോഡാണ് ഹെഡ് എന്ന് പറയുന്നത്. ഹെഡ് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ്. എൽസിൽ ഞാൻ ഇൻസേർട്ട് ടു ദ എൻഡാണ്, ആ അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇൻസേർട്ട് ടു എൻഡ് ആണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് പോയി നമുക്കവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. സപ്പോസ് ഇവിടെ ഞാനിപ്പം ഇതുവരെ എടുത്തു, ഇനി ഈ നോഡാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഞാനിവിടെ നിന്ന് ട്രാവേഴ്സ് ചെയ്ത് ഇവിടം വരെ എത്തണം. ഇവിടെ നിന്ന് എത്തിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ സൈറ്റിൽ ഈ നോഡ് നമുക്കിവിടെ ആഡ് ചെയ്ത് വെക്കേണ്ടത്. മനസ്സിലായില്ലേ? നമുക്ക് ഇതിനകത്ത് ഹെഡ് നമ്മൾ മൂവ് ചെയ്ത് ഓരോ സൈറ്റ് എടുക്കുമ്പോൾ ലാസ്റ്റിൽ പോകുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്കങ്ങ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്, ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഹെഡ് ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്, അതിൻ്റെ നെക്സ്റ്റ് നള്ളായിരിക്കും. ആ നള്ളിലേക്ക് നമ്മൾ ന്യൂ നോഡ് ആഡ് ചെയ്യുക, എന്നിട്ട് ന്യൂ നോഡിൻ്റെ പ്രീവിയസിലേക്ക് ഹെഡ് അസൈൻ ചെയ്യുക, ദെൻ ഹെഡ് ഇവിടേക്ക് പ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രാവേഴ്സൽ വേണ്ടാന്ന് തോന്നുന്നു, നമുക്കങ്ങനെ ചെയ്ത് നോക്കാം. എന്നിട്ട് ഔട്ട്പുട്ട് നോക്കിയിട്ട് നമുക്ക് മാറ്റണേ മാറ്റാം. എൽസിലാണെങ്കിൽ ഹെഡ് ആരോ നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ് ആരോ പ്രീവിയസ് ഈസ് ഈക്വൽ ടു ഹെഡ് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ്. ഹെഡ് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ്. അപ്പോൾ ഈ വരുന്ന നോഡ് ഏറ്റവും ലാസ്റ്റിലായിട്ട് വരുന്നു, ദെൻ ആ നോഡായിരിക്കും ഹെഡായി മാറുന്നത്. അപ്പോൾ ഹെഡ് എപ്പോഴും ലാസ്റ്റിലായിരിക്കും നിൽക്കുന്നത്. അത്രയേ ഉള്ളൂ. ബ്രേക്ക് ചെയ്യുക. കേസ് 1, ദെൻ കേസ് 2. കേസ് 2ൽ നമുക്ക് നോക്കുന്നത് ഫോർവേഡാണ്. ഫോർവേഡ്, ഇപ്പോൾ ഫോർവേഡ് ഫംഗ്ഷനാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ഫോർവേഡ് അപ്പോൾ നമ്മൾ ഹെഡ് അങ്ങോട്ട് കൊടുക്കും. ഹെഡ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹെഡ് ഒരു പൊസിഷൻ ഫ്രണ്ടിലോട്ട് അല്ലെങ്കിൽ ബാക്കിലോട്ട് പോകണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ദെൻ അതിൻ്റെ ബ്രേക്ക്, ദെൻ കേസ് 2 ആ ഫംഗ്ഷൻ ഞാൻ എഴുതാം. കേസ് 3 ബാക്ക്വേഡ്, അവിടെ നമ്മൾ ഹെഡ് പാസ് ചെയ്യുന്നു.
ബ്രേക്ക്. കേസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രസൻറ്റ് സൈറ്റ് പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ അറ്റ് പ്രസൻറ്റ് എവിടെയാണ് നിൽക്കുന്നത് ആ പ്രസൻറ്റ് സൈറ്റ് അങ്ങ് പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഫങ്ഷനായിട്ട് എഴുതേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നമ്മൾ ഹെഡ് ഈ ചെക്ക് ചെയ്താൽ മതി. ഈ ഹെഡ് ഈസ് നോട്ട് ഈക്വൽ ടു നള്ള്. ട്രാവേഴ്സ് ചെയ്ത് എവിടെയെങ്കിലും നള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊന്ന് സൈറ്റ് എടുക്കാൻ പറ്റില്ല. ഹെഡ് നോട്ട് ഈക്വൽ ടു നള്ള് ഒരു ചെക്കിങ് കൊടുത്തിട്ട് നമുക്കങ്ങ് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് പ്രസൻറ്റ് സൈറ്റ് പെർസെൻറ്റേജ് എസ് ഹെഡ് ആറ് യു ആർ. ഇത്രയും കേസസ് ആണ് ഉള്ളത്. വൈൽ CH not equal to 5, ചോയ്സ് നോട്ട് ഈക്വൽ ടു 5 വരെയാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ അത്രയും അതാണ് ലൂപ്പിനകത്തുള്ളത്. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ഫങ്ഷനാണ് എഴുതാനുള്ളത്. അത് വോയിഡ് ഫങ്ഷനാണ് എഴുതേണ്ടത്. ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് വരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിവിടെ ഒരു ഫോർവേഡ് അടിച്ചു, ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേഡ് അടിച്ചു. ബാക്ക്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഓപ്ഷനായിട്ട് ബാക്ക്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സൈറ്റിലാണ്, സപ്പോസ് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ നേരെ അവിടെ നേരെ ഇതിലേക്ക് വരുന്നു, ഒരു പ്രാവശ്യം ബാക്കിലേക്ക് വരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ഈ പ്രസൻറ്റ് സൈറ്റ് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞ ഹെഡ് URL എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഹെഡ് ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെഡിൻ്റെ കോപ്പിയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. കാരണം ഈ മെമ്മറി അഡ്രസ്സിൻ്റെ കോപ്പിയാണ് അങ്ങോട്ട് പോകുന്നത്. ഹെഡ് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ആക്ച്വലി നമ്മൾ ഹെഡ് എവിടെയാണ് നിൽക്കുന്നത്, ആ ഹെഡിൽ എന്താണോ നടക്കുന്നത് അത് ആ ഫങ്ഷനകത്ത് വരുമ്പോൾ ചേഞ്ച് വരുത്തണം. അതല്ലെങ്കിൽ നമ്മളിത് ഫങ്ഷനായിട്ട് എഴുതാതെ ഇവിടെ തന്നെ കൊടുക്കുക. ഫങ്ഷനായിട്ട് എഴുതരുത്. ഫങ്ഷനായിട്ട് എഴുതാതെ ഇവിടെ തന്നെ ആ ഓപ്പറേഷൻസ് കൊടുക്കുക. നമ്മൾ പ്രത്യേകിച്ച് ഫങ്ഷനായിട്ട് പോകാതെ ഇവിടെ തന്നെ ഓപ്പറേഷൻസ് കൊടുക്കുക. ഫങ്ഷനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെയിം അഡ്രസ്സിൽ തന്നെ മാറ്റം വരുത്തണം. ഇവിടെ നമ്മൾ നാവിഗേഷൻ ചേഞ്ച് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ കോപ്പി, ഇവിടുന്ന് ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ആർഗ്യുമെൻറ്റിൻ്റെ കോപ്പിയാണ് അങ്ങോട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? ഇതിന് ഒരു ചേഞ്ചും വരത്തില്ല. ഇവിടെ നമ്മൾ വരുത്തുന്ന ചേഞ്ചിന് ഇവിടെ ഒന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇതിൻ്റെ അഡ്രസ്സ് അങ്ങോട്ട് പാസ് ചെയ്യണം. ഈ നിലവിലെ ഹെഡിൻ്റെ അഡ്രസ്സ് അങ്ങോട്ട് പാസ് ചെയ്യണം. അവിടെ ചേഞ്ച് വരുത്തുന്ന എല്ലാം ഇവിടെയും ചേഞ്ച് വരുന്നത്. മനസ്സിലായില്ലേ? കാൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ മറ്റേത് കാൾ ബൈ വാല്യൂ ആണ്. ഇത് കാൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞ മെത്തേഡിൽ വേണം ഫങ്ഷൻ എഴുതാനില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാൾ ബൈ റെഫറൻസ് ആയതുകൊണ്ട് നോഡ് ഇവിടെ ഒരു അഡ്രസ്സാണ് വരുന്നത്, ഒരു പോയിൻ്ററിൻ്റെ അഡ്രസ്സാണ് വരുന്നത്. അപ്പം നമ്മൾ ഡബിൾ സ്റ്റാർ കൊടുക്കണം. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, പോയിൻ്റർ പഠിച്ചവർക്ക് അറിയായിരിക്കും. ഡബിൾ സ്റ്റാർ കൊടുക്കുക. ഫോർവേഡ് ഡബിൾ സ്റ്റാർ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ബിക്കോസ് ദിസ് വേരിയബിൾ ഹെഡ് ഈസ് എ പോയിൻ്റർ, ഇറ്റ് ഈസ് ആൻ അഡ്രസ് ഓഫ് എ പോയിൻ്റർ. ഒരു പോയിൻ്ററിൻ്റെ അഡ്രസ്സാണ് ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഡബിൾ സ്റ്റാർ കൊടുക്കണം. ഒരു അഡ്രസ്സാണ് വരുന്നതെങ്കിൽ സിംഗിൾ സ്റ്റാർ കൊടുത്താൽ മതി. ഒരു പോയിൻ്ററിൻ്റെ അഡ്രസ്സ് വരുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഡബിൾ സ്റ്റാർ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഫോർവേഡ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹെഡ് നള്ളാണെന്ന്, ഹെഡിൻ്റെ നമ്മൾ ഫോർവേഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ
ലാസ്റ്റ് നോഡിൽ ചെന്നിട്ട് ഫോർവേഡ് ഒരിക്കലും വർക്ക് ചെയ്തില്ല. ലാസ്റ്റ് നോഡാണെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് നള്ളാണ്. ഇതിൻ്റെ നെക്സ്റ്റ് നള്ളല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഹെഡിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റൂ. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഹെഡിനെ ഇങ്ങോട്ടാക്കുക, ബാക്ക്വേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നതാണ് ഹെഡെങ്കിൽ ഇങ്ങോട്ടാക്കുക. മനസ്സിലായില്ല? അത് പ്രീവിയസ് നെക്സ്റ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർ ഹെഡ്, ബിക്കോസ് ഹെഡ് ഇപ്പം പോയിൻ്ററായി മാറി, സ്റ്റാർ ഹെഡ്. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് നെക്സ്റ്റ് പോയിൻ്ററിന് ഇങ്ങനെ എഴുതേണ്ട, ബ്രാക്കറ്റ് കൊടുക്കണം. നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ സ്റ്റാർ ഹെഡ്, ഇനി ഹെഡ് ഒന്ന് അഡ്വാൻസ് ചെയ്യുക. സ്റ്റാർ ഹെഡ് ഇസ് ഈക്വൽ ടു സ്റ്റാർ ഹെഡ് ആരോ നെക്സ്റ്റ്. ഇത് ഫോർവേഡായി. അപ്പം നമുക്ക് വേണമെങ്കിൽ ഏത് സൈറ്റിലോട്ടാണ് ഇപ്പം നിലവിൽ നിന്ന് എങ്ങോട്ടാണ് മാറിയെന്നുള്ളത് വേണമെങ്കിൽ അത് വേണമെങ്കിൽ നമുക്കിങ്ങനെ കൊടുക്കാം. അത് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പേ printf forward from percentage yes to അതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ലൈനിൽ നമുക്ക് കൊടുക്കാം. ഫോർവേഡ് ചെയ്തതിന് ശേഷം ഏത് സൈറ്റിലോട്ടാണ് പോയെന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ URL കൊടുക്കുക. സ്റ്റാർ ഹെഡ് ആരോ URL. അപ്പം നിലവിലെ സൈറ്റ് അവിടെ പ്രിൻ്റ് ചെയ്യും. ദെൻ ഫോർവേഡ് ചെയ്തതിന് ശേഷം printf അതല്ലെങ്കിൽ ഒറ്റ ഇതിൽ കൊടുത്താലും മതി, രണ്ട് printf എഴുതാതെ ഇവിടെ തന്നെ നമുക്ക് അഡ്വാൻസ് ചെയ്ത് എഴുതിയാൽ മതി. പെർസെൻറ്റേജ് യെസ് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് അഡ്വാൻസ് ചെയ്ത് എഴുതിയാം. സ്റ്റാർ ഹെഡ് ആരോ നെക്സ്റ്റ് ആരോ URL. അതിൽ നിന്ന് അടുത്ത അഡ്രസ്സ് പ്രിൻ്റ് ചെയ്ത് വരും. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഫോർവേഡ്. ദെൻ ഇത് സിമിലർലി ബാക്ക്വേഡ് കൊടുക്കുക. ബാക്ക്വേഡ് അതും ഇത് തന്നെയാണ്. നോഡ് സ്റ്റാർ ഹെഡ്. ഇവിടെ നമ്മൾ പ്രീവിയസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. സ്റ്റാർ ഹെഡ് ആരോ പ്രീവിയസ് നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ സിമിലർലി ബാക്ക്വേഡ് from percentage yes to percentage yes. URL star head arrow previous arrow URL. Star head is equal to previous. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം.
അഡ്രസ്സാണ് പാസ് ചെയ്യാത്തത്. ഓപ്ഷൻസ് വന്നു 1. സൈറ്റ് അത് തന്നെയാണ് കൊടുക്കുന്നത്, ഗൂഗിൾ. വീണ്ടും അടുത്ത് ചോയ്സ് വരികയാണ്. ഞാൻ ഈ സൈറ്റുകളെല്ലാം അതുപോലെ കൊടുക്കുകയാണ്. തന്നെ കൊടുക്കുകയാണ്. സൈറ്റ് facebook.com. വീണ്ടും 1 കൊടുക്കുകയാണ്. yahoo.com.in ഇത്രയും കൊടുത്തു. ഞാൻ പ്രസൻറ്റ് സൈറ്റ് ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ yahoo.co.in ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ലാസ്റ്റിൽ ഞാൻ നിൽക്കുന്ന സൈറ്റ്. ഇപ്പോൾ ഞാൻ 3 നോടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഞാനൊന്ന് ബാക്ക്വേഡ് കൊടുക്കുകയാണ്. 3 ബാക്ക്വേഡ് ഫ്രം യാഹൂ ടു facebook.com. എന്താ കണ്ടില്ലേ, യാഹൂവിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് പോയി. ഇപ്പോൾ വീണ്ടും പ്രസൻറ്റ് സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് വന്നു. കണ്ടോ, ഒന്ന് ബാക്കിലേക്ക് മൂവ് ചെയ്തു. കണ്ടില്ലേ, ഇപ്പോൾ ഒന്ന് ബാക്കിലേക്ക് മൂവ് ചെയ്തു. ഇനി വീണ്ടും ഞാൻ ഒന്നുകൂടെ ബാക്ക്വേഡ് കൊടുക്കുകയാണെങ്കിൽ അത് ഫേസ്ബുക്കിൽ നിന്ന് ഗൂഗിളിലേക്ക് പോകണം. കണ്ടോ, ഫേസ്ബുക്കിൽ നിന്ന് ഗൂഗിളിലേക്ക് പോയി. പ്രസൻറ്റ് സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗൂഗിളാണ്. ഇനി ഞാൻ ഫോർവേഡ് അടിക്കുകയാണ്. ഫോർവേഡ് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് പോകണം. കണ്ടോ, ഗൂഗിളിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് പോയി. വീണ്ടും ഒന്നുകൂടെ ഫോർവേഡ് അടിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് യാഹൂവിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഫോർവേഡ് സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പം യാഹൂവിലെത്തി. ഞാൻ വീണ്ടും ഒരെണ്ണം ആഡ് ചെയ്യാണ്, IRCTC. പ്രസൻറ്റ് സൈറ്റ് എടുക്കുകയാണ് ഫോർ IRCTC. തേർഡ് എടുത്തു കഴിഞ്ഞാൽ IRCTC നിന്ന് യാഹൂവിലേക്ക് പോകുന്നു. വീണ്ടും 3 എടുത്തു കഴിഞ്ഞാൽ യാഹൂവിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് വന്നു. വീണ്ടും 3 എടുത്തു കഴിഞ്ഞാൽ യാഹൂവിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് ഗൂഗിളിലേക്ക് പോകുന്നു. വീണ്ടും 3 എടുത്തു കഴിഞ്ഞാൽ ഇല്ല, അങ്ങോട്ട് പോകാനില്ല. പ്രസൻറ്റ് സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ. ഇനി ഞാൻ ഫോർവേഡ് കൊടുക്കുന്നു. ഗൂഗിളിൽ നിന്ന് ഫേസ്ബുക്ക്, ഫേസ്ബുക്കിൽ നിന്ന് യാഹൂ, യാഹൂന്ന് IRCTC. ഇനി ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇല്ല, പോകാനില്ല. പ്രസൻറ്റ് സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ IRCTC. കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നാവിഗേഷൻ, ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് നാവിഗേഷൻ. അപ്പോൾ നിങ്ങൾക്കിത് പ്രോഗ്രാം മനസ്സിലായെന്ന് തോന്നുന്നു. പ്രോഗ്രാം ചെയ്ത് നോക്കിയിട്ട് ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യാം.